നമസ്കാരം, ന്യൂസ് പ്രൈം മലയാളത്തിലേക്ക് സ്വാഗതം. മഹാരാഷ്ട്ര രാഷ്ട്രീയത്തിൽ സീറ്റ് ചർച്ചകൾ കൃത്യമായി തന്നെ ഇന്ത്യ മുന്നണി പൂർത്തീകരിച്ചിരിക്കുകയാണ്. 20 സീറ്റുകൾ ഉദ്ധവ് താക്കറെ വിഭാഗം മത്സരിക്കുകയും 18 ലോക്സഭാ സീറ്റുകളിൽ കോൺഗ്രസ് മത്സരിക്കുകയും ശേഷിക്കുന്ന 10 ലോക്സഭാ സീറ്റുകളിൽ ശരത് പവാറിൻ്റെ NCP വിഭാഗം മത്സരിക്കുകയും ചെയ്യും എന്നുള്ളത് വ്യക്തമാക്കി കഴിഞ്ഞിരിക്കുകയാണ്. നമുക്കറിയാം, NCPയിലാണ് ഏറ്റവും കൂടുതൽ നഷ്ടം ശരത് പവാറിനുണ്ടായത്. അതിനകത്ത് ഇലക്ഷൻ കമ്മീഷൻ കൃത്യമായും ചിഹ്നവും പാർട്ടിയും അജിത് പവാറിന് തന്നെ നൽകണം. കാരണം കൂടുതൽ അണികൾ ഔദ്യോഗികമായും അതുപോലെ തന്നെ നിരവധിയായ ബ്ലോക്ക് പ്രസിഡന്റുമാർ ഇത്തരത്തിൽ എല്ലാം അജിത് പവാറിന് അനുകൂലമാണ് എന്നുള്ള ഒരു നിരീക്ഷണത്തിലേക്കാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പോയത്. ശരത് പവാർ അതിനെ ചോദ്യം ചെയ്തുകൊണ്ട് വീണ്ടും കോടതി വഴിയുള്ള നിയമ പോരാട്ടം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ താൽക്കാലികമായി അജിത് പവാറിന് നേട്ടം തന്നെയാണ്, അത് പറയാതിരിക്കാൻ വയ്യ. പക്ഷേ എന്നാൽ പോലും ഈ പ്രതിസന്ധി ഘട്ടത്തിലും ഇന്ത്യ മുന്നണി അതിശക്തമായി തന്നെ അവരുടെ സീറ്റ് ഷെയറിങ്ങുമായി മുന്നോട്ട് പോകുമ്പോൾ ഇന്ത്യ മുന്നണിക്കകത്ത് ആദ്യമൊക്കെ പൊട്ടലും ചീറ്റലും ഉണ്ടായിരുന്നു. ഉദ്ധവ് താക്കറെയുടെ പാർട്ടിക്കകത്തുണ്ടായിരുന്ന പ്രശ്നങ്ങൾ ഒരു പരിധിവരെ പരിഹരിച്ചപ്പോൾ ശരത് പവാറിൻ്റെ പാർട്ടിക്കുണ്ടായ ക്ഷീണം ചെറുതൊന്നുമല്ല. മഹാരാഷ്ട്ര രാഷ്ട്രീയത്തിനെ തന്നെ ആടിക്കുലുക്കി BJPയോടൊപ്പം അജിത് പവാർ പോയത് ശരത് പവാറിന് മാത്രമല്ല മതേതര മുന്നണിക്ക് തന്നെ തിരിച്ചടിയാണ് എന്നുള്ളത് കോൺഗ്രസിൻ്റെ നേതാവായിട്ടുള്ള നാനാ പട്ടോളെ അടക്കമുള്ളവർ പറഞ്ഞിരുന്നു. അശോക് ചവാൻ അടക്കമുള്ള നേതാക്കൾ, പൃഥ്വിരാജ് ചവാനും ഒക്കെ ഈ കാര്യത്തിൽ പ്രസ്താവന ഇറക്കിയതായിരുന്നു. പക്ഷേ അതിനെയൊക്കെ അതിജീവിച്ചുകൊണ്ട് ഇപ്പോൾ ഇതാ സഖ്യ നീക്കം വിജയിച്ചിരിക്കുന്നു. സഖ്യത്തിൻ്റെ സീറ്റ് ഷെയറിങ്ങുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ 48 ലോക്സഭാ സീറ്റുകളിലേക്കും സ്ഥാനാർത്ഥികളെ നിർത്തുന്നതിൽ ഇന്ത്യ മുന്നണിക്ക് ഒരു അലംഭാവവുമില്ല. ഇടയ്ക്ക് വെച്ച് റിപ്പബ്ലിക്കൻ പാർട്ടിയുമായി ബന്ധപ്പെട്ട ചില വിഷയങ്ങൾ അതിനെ രൂപീകരിച്ചെടുത്തുകൊണ്ട് ചില മാറ്റങ്ങൾ കൊണ്ടുവരാൻ വേണ്ടി അവിടെ ശ്രമിച്ചത് ഒക്കെ എടുത്തു പറയേണ്ട കാര്യമാണ്. പക്ഷേ അതിലൊന്നും ഇന്ത്യ മുന്നണി വീഴുന്നില്ല. ഒരു രീതിയിലും അവർക്കോ മറ്റ് ഘടകകക്ഷികൾക്കോ ഒന്നും സീറ്റ് കൊടുക്കേണ്ട കാര്യമില്ല. ഇത് ലോക്സഭാ തെരഞ്ഞെടുപ്പാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വിജയസാധ്യതയാണ് ഏറെ. പങ്കും ശിവസേന വിഭാഗത്തിന്, ഉദ്ധവ് താക്കറെ വിഭാഗത്തിന് സീറ്റുകൾ പരമാവധി ഉണ്ടായിരുന്നു. BJPയുമായി സഖ്യം ചേർന്നപ്പോഴും അവർക്ക് 16-ൽ കൂടുതൽ ലോക്സഭാ സീറ്റുകൾ ജയിക്കാൻ കഴിഞ്ഞു. അവർക്ക് ഇത്തവണയും ആ സീറ്റുകൾ നിലനിർത്തുക എന്നുള്ളത്, അതിനകത്ത് മുന്നണി മാറ്റം ഒരു പ്രശ്നമായി ഉദ്ധവ് താക്കറെ കാണുന്നില്ല. അത് മാത്രമല്ല, ഇടയ്ക്ക് വെച്ച് രാംദാസ് അഥാവലെ നിലവിൽ കേന്ദ്രത്തിൻ്റെ സഹമന്ത്രിയായി നരേന്ദ്രമോദി മന്ത്രിസഭയിൽ ചുമതലയേറ്റതിന് ശേഷം അദ്ദേഹത്തിന് അവിടെ സീറ്റില്ല. അതായത് ലോക്സഭാ സീറ്റുകളൊന്നും തന്നെ ജയിക്കാനോ അല്ലെങ്കിൽ അത്തരത്തിലേക്കുള്ള ഒരു സംവിധാനമോ അദ്ദേഹത്തിന് കഴിയില്ല. പക്ഷേ അദ്ദേഹത്തിന് രാജ്യസഭാ സീറ്റ് നൽകി അദ്ദേഹത്തിന് പ്രാധാന്യം കൽപ്പിച്ചുകൊണ്ട് BJP വലിയ രീതിയിൽ കാര്യത്തിൽ ഗൗരവിച്ചെടുത്തു. അദ്ദേഹത്തിനെ കൂടെ നിർത്താൻ വേണ്ടി കോൺഗ്രസ് ഒരു ശ്രമം നടത്തി. പക്ഷേ അത് വിജയിച്ചില്ല എന്ന് മാത്രമല്ല, വലിയ തോതിൽ അതിനെ പ്രോത്സാഹിപ്പിക്കാൻ അവർ തയ്യാറായതുമില്ല. അത്തരത്തിൽ ചില സംഭവ വികാസങ്ങൾ അവിടെ നടന്ന സാഹചര്യമുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോഴത്തെ കാര്യങ്ങൾ വളരെ വ്യക്തമാണ്. ഏതൊക്കെ രീതിയിൽ ന്യൂനപക്ഷ ധ്രുവീകരണം കൃത്യമായും ഉപയോഗപ്പെടുത്താം എന്നുള്ളത് തന്നെയാണ് ശരത് പവാറും അതുപോലെ തന്നെ കോൺഗ്രസും ഒരേപോലെ ആലോചിക്കുന്നത്.